കഥന്റെ പേര് ഉസ്താദ് ഹോട്ടലിൽ നിന്നാണ്. ജാനമ്മ ചേച്ചിയാണ് ഇതിലെല്ലാം നിൽക്കുന്നത്. ഈ കടയിൽ ആരും വരുന്നില്ല, ഞാൻ വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ജാനമ്മ ചേച്ചി എന്താ കിടന്ന് ആരാ കിടന്ന് കാറുന്നത്? ആരാ കിടന്ന് കാറുന്നത്? ഞാനാണ്. ആരാ? മനസ്സിലായില്ലേ? ഞാന് അപ്പുറത്തെ തോമാച്ചന്റെ മകൻ കുട്ടൻ. ആ കുട്ട, നീ എവിടെയായിരുന്നു ഇത്ര നാൾ? കുറച്ചു ദിവസം ബോംബെയിലായിരുന്നു ചേച്ചി. ആ ശരി, ചായ എടുക്കാൻ. ഓ എടുത്തു. സുലൈമാനി മതി. ആ ശരി. കടന്റെ പേര് കണ്ടില്ലേ? ഒരു തപ്പട്ട പേര് വെച്ചിട്ട് ഒരു ചാളപ്പര കട ഉസ്താദ് ഹോട്ടൽ കടന്റെ പേര്. നീരൊക്കെ പറയാൻ ആരാടി? ഞാനേ അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിലെ മുതലാളിയാ. പാവം തോന്നിയപ്പോ ഞാൻ ഒന്ന് സഹായിച്ചു. അതിന് പണം കിട്ടിയപ്പോ ഇങ്ങനെയൊന്നും ആവില്ലല്ലോ. ഒന്ന് നിർത്തി നിങ്ങള്. എന്താ? ഞാൻ നിർത്തില്ല. നീ എന്ത് ചെയ്യും? ഞാൻ ഈ കടനെ കത്തിച്ചു വിടും. എന്നാണ് കത്തിക്കണാണല്ലോ. ഇതാ മണ്ണെണ്ണയും തീപ്പട്ടിയും. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യണില്ല. നിങ്ങൾ ഒന്ന് വെറുതെ ഇരുന്നാ മതി. ഞാൻ വെറുതെ ഇരിക്കില്ല. നീ എന്ത് ചെയ്യും? ഒന്ന് മിണ്ടാണ്ടിരിക്കോ നിങ്ങള്? ഞാൻ മിണ്ടാതെ ഇരിക്കില്ല. നിങ്ങൾക്ക് എന്താ അങ്ങനെ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ ബഹളം കേൾക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നീ മാറി കിച്ചു. നിനക്ക് എന്താ ഇതിൽ ഞങ്ങൾ മാത്രം പ്രശ്നം? ഞാനില്ല നിങ്ങളുടെ കൂട്ടത്തില്. എന്നെയും കൂടെ പെടുത്തരുത്. നിനക്ക് എന്താണ് കാര്യം? എന്റെ മുമ്പിൽ പോകുന്നുണ്ടോ? ഞാൻ ഈ കടന്റെ പേര് വായിച്ച് ചിരിക്കാൻ വന്നതാ. ചിരിച്ചല്ലേ? ഇനി പോ. എന്റെ പണി നോക്കി ഞാൻ പോട്ടെ. ഞാൻ പോയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോരും. നീ ഇതുവരെ പോയില്ലേ? ഇല്ല പോയില്ല. ഇവിടെ തന്നെ നിൽക്കൂ. നിനക്ക് കാല് കടയുന്നുണ്ടോ? അകത്ത് കയറി ഇരിക്കൂ. ഒന്നും വേണ്ട. നിങ്ങളുടെ ഈ തപ്പട്ട കടയിലൊന്നും ഞാൻ ഇരിക്കുന്നില്ല. നിന്റെ പണം കൊണ്ട് ഉണ്ടാക്കിയ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോ. നിങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് നോക്കി. ഇല്ല, ഞാൻ എന്റെ പണി നോക്കി പോട്ടെ. ഞങ്ങളുടെ ഹോട്ടലിലെ എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് വരുമോ? എന്തൊക്കെയുള്ള ഇതിന്റെ ഒന്ന് കഴിക്കട്ടെ. നൂഡിൽസ്, ചപ്പാത്തി, ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊരിച്ചത്, പൊറോട്ട എല്ലാം ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടലാണ് ഞങ്ങളുടെ. എല്ലാം കിട്ടും. അതെ, ഞങ്ങളുടെ നാട് ഹോട്ടലാ. നിങ്ങളുടെ പോലെ ബോംബെയിലെ ഹോട്ടൽ പോലെ ഒന്നല്ല. ഈ നാടെന്ന് പറയുമ്പോ ഇതുപോലെ വേണം. ഇങ്ങനത്തെ തട്ടുകടയാ വേണ്ടത്. പക്ഷെ ഇങ്ങനത്തെ തപ്പട കടയൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അവിടെയൊക്കെ നോക്ക്, എത്ര നല്ല കടകളാ. നിന്റെ മാത്രമേ ഉള്ളൂ ഈ ഫ്ലാറ്റ് പോലത്തെ കട. കുഴപ്പമില്ല. ഇത്തിരി പൈസ കിട്ടിയപ്പോ ഞങ്ങൾ ഇത്തിരി ഹോട്ടൽ തുടങ്ങി. ഇത്തിരി പൈസയും കൊണ്ട് ഇത്രയും വലിയ ഹോട്ടൽ എങ്ങനെയാ മോളെ കിട്ടുക? ഞങ്ങൾ കൊറേ പൈസ കൂട്ടി വെച്ചേ. എന്നൊന്ന് കാണണല്ലോ. എന്നാ കാണാം. മണ്ണെണ്ണ തീപ്പട്ടിയുണ്ട്, കത്തിക്കിപ്പോ. നിങ്ങളുടെ ഹോട്ടലിൽ ഇന്ന് കത്തിക്കും. അയ്യോ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. എല്ലാം തട്ടി വലിച്ചിട്ടു. ഞാൻ എന്ത് ചെയ്യും? ആര് വന്നത്? നിന്നെ ഇന്ന് ഞാനാ. എന്റെ മുമ്പിൽ പോ. ഞാൻ പോകില്ല. എന്ത് ചെയ്യും? ഞാൻ കത്തിയാണ് എന്റെ കയ്യില്. നീ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തിക്കേറി. ഞാൻ പോകില്ല. നിങ്ങളുടെ ഭീഷണി കേട്ടിട്ടൊന്നും ഞാൻ വായിക്കില്ല. എന്നാൽ അതൊന്ന് കാണണം. കാണാലോ. ശരി, ഞാൻ ഇത് തുടങ്ങി. ജാനമ്മ ചേച്ചിന്റെയും റോസി മേഡത്തിന്റെയും തുടങ്ങി. നീ എന്താ കുട്ട ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ ചായ ഇട്ട് വന്നിട്ടില്ലേ? നീ എന്താ കുടിക്കാത്തത്? എനിക്ക് വേണ്ട. നിങ്ങളുടെ ഭക്ഷണം എനിക്ക് ഇത് കേൾക്കാൻ എനിക്കൊന്നും വയ്യ. ചിക്കനും മട്ടനും ഈ തപ്പടക്കടയിൽ തന്നെ ആള് കൂടി ചായ കുടിക്കാതെ പോണ കണ്ടില്ലേ? നീ ഒരു ചായ എങ്കിലും കുടിക്കും. ഞാൻ നിങ്ങളുടെ തപ്പട കടയിൽ നിന്നും ചായ കുടിക്കില്ല. ചായ കുടിക്കാൻ
എന്റെ മുമ്പിൽ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു. മാറിക്കോ. മാറില്ല. ഇത് ഞാൻ ശരി, ഞാൻ ഈ കട അടയ്ക്കുക. നീ പോയാലേ എനിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വന്ന് എന്നെ തല്ലു. നീ പോ തൽക്കാലം, നാളെ വന്ന് ദേഷ്യപ്പെട്ടു. ശരി, ഇപ്പൊ ഞാൻ പോവാണ്. നാളെ തീർച്ചയായിട്ടും ഞാൻ വരും. അത് തിരിച്ചിട്ട് പോവാം. അങ്ങനെ അതേപോലെ തിരിച്ചിട്ട് പോവാം. ഈ പെണ്ണ് വന്ന് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? സഹായിക്കണോ ഞാന്? വേണ്ട വേണ്ട, നീ എന്റെ മുന്നിൽ പോ. ഞാനൊന്ന് നിങ്ങളോട് തെറ്റ് ചെയ്തു. ആ റോസി മേഡം ചെയ്തതിന് എന്നെയാണ് ചൂടാവുന്നത്. ഈ അൽമര ആരാ പൂട്ടി വെച്ചേ? താക്കോൽ ആ റോസി കൊണ്ടുപോയിട്ടുണ്ടോ? ആ, ഈ കത്തി കൊണ്ട് ഞാൻ പൊട്ടിക്കണം. ഇതൊന്നും കിട്ടുന്നില്ല. ആ കള്ളി ആ താക്കോലും കൊണ്ട് ഈ പലഹാരം ഒന്നും കിട്ടില്ലെങ്കിൽ നാട്ടുകാര് വരില്ല. അവിടെ പോയിരിക്കണം. നാളെയായി. ഇനി നമ്മുടെ റോസി മേഡത്തിന്റെയാണ്. വരുമല്ലോ. രാവിലെ ആയില്ല, കൊച്ചുവെളുപ്പാങ്കാലത്ത് തന്നെ വന്നു. ഞാൻ ഇന്നലെ വന്ന് ചിരിച്ചിട്ട് പോയില്ലേ? അതിന് പേരടക്കം മാറ്റിയില്ലല്ലോ. ആ, ഞാനങ്ങനെ മാറ്റും. ഇനി കൊറേ പൈസ ഉണ്ട്. നിന്റെ ചില്ലിന് പൈസ പോലും മാറ്റാൻ കിട്ടില്ലല്ലോ. നീ എന്താ ചെയ്യുന്നത്? ഞാൻ അച്ഛോ, ഈ നിങ്ങളുടെ മോള് നോക്ക്. വെറുതെ ഈ കടയിൽ വന്നിട്ട് ഇന്നലെ തുടങ്ങിയതാ ഈ ദേഷ്യം. ഇതൊന്നും എന്നോട് പറയണ്ട. ഭഗവാൻ എന്ന ആളാണെങ്കിൽ അയാളോടൊന്ന് പറ. അയാൾ നല്ല, അയാൾ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ അയാളെ കളിയാക്കാൻ പാടില്ല. അയാൾ നല്ല ശക്തിയുള്ള മുഖം കാണുന്നില്ല. ശരി, അയാള് നല്ല ശക്തിയുള്ള ആളാ. ഞാൻ എത്ര വട്ടം പറയണം എന്റെ അച്ഛോ, അയാള് വിളിക്കരുത്. നിങ്ങളെ തർക്കത്തിനൊന്നും ഞാനില്ല. ഇവിടെ എന്തൊക്കെയാ കാണിച്ചോ? ശരി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. രാവിലെ തന്നെ പണി തുടങ്ങിയോ? ആ, നീ പോ. അവള് ഇന്നലെ ഞങ്ങളെ മുടുക്കി വിടല്ലേ? ഞങ്ങള് ഈ നാട്ടിലുള്ളവർക്ക് തന്നെയാണ്. ഇവള് ഈ പെണ്ണ് ഇവിടെ എന്തൊക്കെയാ ചെയ്ത് വെച്ചിരിക്കുന്നത്? അടിച്ചുവാരി കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞ് റോസി മേഡത്തിന്റെ അടുത്തേക്ക് വരികയാണ് ജാനകി ചേച്ചി. വടി വേണ്ട ആവശ്യമില്ല ചേട്ടാ. ഈ സമയത്ത് എന്താ പൂച്ച നിന്റെ പുറംഭാഗമാണ് കാണുന്നത്. മുൻവശത്ത് നോക്കി സംസാരിക്കാം. മക്കളെ വല്ലതും തരണേ. ഓ, തരാലോ. എനക്കല്ല, 1 കിലോ അരിയുണ്ട്. ആ, അരിനൊന്നും ചോദിച്ചില്ല. വളരെ ഉപകാരം മോളെ. മോളെ വല്ലതും തരണേ. എന്റെ കാല് എന്റെ കാല് വേദനയായപ്പോ ഞാൻ കാട്ടിൽ മരുന്ന് തരാൻ പോയപ്പോ ഒരു പുലിപ്പുലി വന്ന് എന്റെ കാലിൽ കടിച്ചു. എന്തെങ്കിലും ഒരു മരുന്ന് സഹായിക്കുന്നത്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണ്ടോ? എല്ലാരും കൂടെ അവിടെ നിന്ന് ഒന്നും കാണുന്നില്ല. എങ്ങോട്ട് വരും? പാവമുള്ള തലയെ അമ്മയെ ശുശ്രൂഷിക്കാതെ തല്ലുകൊണ്ടിരിക്കും.
നിങ്ങൾ നേരത്തെ ഇങ്ങനെയല്ലല്ലോ, കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ? ഇപ്പൊ എന്താ നിങ്ങളുടെ മനമാറ്റത്തിനല്ലോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ, നല്ല സ്നേഹമായിരിക്കുന്നല്ലോ. ഒരു മിനിറ്റ്. ആ ഇതാരാ? കിച്ചുമോനോ? എന്ത് ശംഭുകാട്ടോ? അതിന്റെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എല്ലാ ഹോട്ടലിലും ഒരേ ഭക്ഷണം തന്നെയാണ് വിളമ്പണത്. എല്ലാ ഹോട്ടലിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ചെറുത് വലുത് എന്നുള്ള ഒന്നുമില്ല. അത് തന്നെ ഞാൻ മനസ്സിലായി. ശരി മോളെ, തർക്കിക്കാൻ നിൽക്കണ്ട, ഞാൻ പോയിട്ട് വരാം. എന്താ ചേച്ചി, ജാനമ്മ ചേച്ചി എന്താ മോനെ? കാലില് മുറിവ് പറ്റിയോ? അല്ല, ഞാൻ മരുന്ന് കാട്ടിൽ ശേഖരിക്കാൻ പോയപ്പോ അവിടെ ഒരു പുള്ളിപ്പുലിന്റെ കാലിൽ വന്ന് കടിച്ചു. അങ്ങനെ ഞാന് റോസി മോളുടെ അടുത്ത് പോയപ്പോ അവളെ എനിക്ക് ഈ മരുന്ന്. റോസിമേടെ നല്ലത് കൂരതയല്ലേ? ഇപ്പോഴെന്താ അവർക്ക്? ഞാന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോ അവൾക്ക് നല്ല സ്നേഹം, ഭൂമി ഇടിഞ്ഞു വന്ന പോലെ ഉണ്ടായിരുന്നു അവൾക്ക്. ഓ അങ്ങനെയാണോ? ശരി, ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി. നോക്കട്ടെ. കാലുവേദന മാറി. ജാനമ്മ ചേച്ചി, ആ. കളിക്കാൻ ഇവിടെ എന്തെങ്കിലും ഇല്ലേ? ആ കടയൊക്കെ പൂട്ടിയിട്ട് 2-3 മാസമായില്ല മോനെ. അതെനിക്ക് അറിഞ്ഞില്ല ചേച്ചി. എപ്പോഴാ കൂട്ടി? നീ ദുബായി പോയപ്പോ അന്ന് തന്നെ റോസിമോൾ വന്ന് അവർക്ക് ഒക്കെ വന്ന് ഇടിച്ചു നിർത്തി വന്നതാണ്. അപ്പൊ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കാലില് ഞാന് കാട്ടിലെ തൃശ്ശൂര് ഒരു കാടില്ലേ, ആ കാട്ടില് ഞാന് പോയപ്പോ അപ്പൊ കിച്ചുമോൻ ഉണ്ടായിരുന്നു. കിച്ചുമോനെ എന്നെ കൊണ്ടിട്ടിട്ട് കിച്ചുമോൻ അവിടെ വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് നിന്നാ. ഞാന് എന്നിട്ട് അവിടെ പോയിട്ട് നിന്നിട്ട് കാട്ടില് പോയപ്പോ അവിടെ ഒരു പുള്ളിപ്പുലി വന്നിട്ട് പെട്ടെന്ന് കടിച്ചു. അങ്ങനെ എന്റെ കാല് അവിടെ കൊന്നതാണല്ലോ, നമ്മുടെ മറ്റേ കാട്ടിലല്ലേ പറഞ്ഞേ? ആ മറ്റേ എന്താണ് അപ്പോട്ടിന്റെ കാട്ടിലല്ലേ പറഞ്ഞേ? അപ്പേട്ടന്റെ കാട്ടിൽ തന്നെ. ശവമുള്ള ഒരു ശവം ആ കാട്ടില് പുലിനെയൊക്കെ ഓടിച്ചു വിട്ടാണല്ലോ നമ്മുടെ അതിയാള് വന്നിട്ട് മിലിറ്ററിക്കാരൻ പപ്പോട്ടെ. മിലിറ്ററിക്കാരൻ പപ്പ അവര് വന്നിട്ട് പുലിപ്പുലിയില് അവരെ മൊത്തം കൊന്നു തിന്നായിരുന്നു. കണ്ടു. വിലാപീസിൽ ഞാനൊന്ന് വിവരം എടുക്കാം. ചേച്ചി, വിലാപീസിലെ ആളില്ലേ? ഉണ്ടല്ലോ, എനിക്കൊന്ന് കാണണമായിരുന്നു. അവിടെ ഉണ്ടല്ലോ. ചേച്ചി, നമ്മുടെ ജാനമ്മ ചേച്ചിയെ പുലി കടിച്ചു എന്ന് കാട്ടിൽ പറഞ്ഞു കേട്ടോ. അത് പറയാനാണ് വിളിച്ചത്. ഞാനേ പറയാ അബുവിന്റെ അടുത്ത്. ഞാൻ പറയാം അബുവിന്റെ അടുത്ത് പറയില്ല? ശരി, എനിക്ക് നമ്പർ ഒന്ന് വേണമായിരുന്നു. 1113232101011. താങ്ക് യു. ആ ഇനി പച്ചക്കറി കഴിക്കാൻ പോകും. എന്താ ചേച്ചി, ജാനമ്മ ചേച്ചി എന്താ വേണ്ടേ? ഞാൻ പച്ചക്കറി കഴിക്കാൻ വന്നതാ. പച്ചക്കറി എനിക്ക് അര കിലോ തക്കാളി വേണം. തക്കാളിയോ? ശരി, സെഞ്ചി പിടിക്കും. തക്കാളി തൂക്കം 20. 20 കാക്കില് 20. പിന്നെന്താ ഇനി വേണ്ടത്? അര കിലോ പച്ചമുളക്. പച്ചമുളക് ഒരു മിനിറ്റ് വെച്ചേ. ഞാനെല്ലാം മനസ്സിലാക്കി വന്നതാ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാം മറന്നുപോയി. അത് 30 ചേച്ചി തൂക്കം. 100 മതി കേട്ടോ. ഇനി 1/4 കിലോ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് എത്രയാ? ഉരുളക്കിഴങ്ങ് ഒരു 20 രൂപ. തൂക്കം എടുക്കണ്ട. 20 രൂപ. നല്ലൊരു സാമ്പാർ ചേച്ചി വിരുന്നുകാരായിരുന്നല്ലോ, എല്ലാം തിരക്കിലായിരുന്നു. അതെ എന്റെ അച്ഛൻ മരിച്ച വാർഷിക ദിവസമാണല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ എന്റെ സദ്യയൊക്കെ ഒരുക്കി വെക്കുക. നല്ല സന്തോഷം കാണുന്നു. ഇപ്പഴാ ഒന്ന് തെളിഞ്ഞത് അല്ലേ?
അതെ അതെ, നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് കണ്ടത്തിലെ മുഖത്ത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇത് എപ്പോഴും നിങ്ങളെ മുഖം പൊത്തി ഇങ്ങനെ എല്ലാം കൂടി വിഷമത്തിലിരിക്കുകയല്ലേ, അതാണ് ഒന്ന് സന്തോഷം അങ്ങനെ ഇരിക്കുന്നത്. അവരെത്തി. ആ വരൂ വരൂ. എന്താ പേര്? ഇവിടെ എന്റെ പേര് റോസ്. റോസ് റോസ് വേറെ പേര് വന്നോ? മാധവി. ചേച്ചിക്കോ? നല്ല പേര് കേട്ടോ. വരൂ, ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കില്ലേ? ഇന്നലെ ഞാൻ പിന്നെ കഴിച്ചോളാം. ആ ശരി ട്ടോ. തിരക്കണ്ടേ? അത് വന്നതും ആ ഇതിന്റെ താക്കോലൊക്കെ കിട്ടി. ചേച്ചി, ധനം ചേച്ചി, നിങ്ങളെ പുലി കടിച്ചെന്നല്ലേ പറഞ്ഞേ? അയാളിതാ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പപ്പു. ആ ഇയാളാണ് അന്നേക്ക് വന്നത്. അന്ന് ഇയാള് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ ചേച്ചി? എന്നിട്ട് ആ ഒരു പുലിക്കുട്ടിയെ കണ്ടെന്നൊക്കെ കേട്ടോ, കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞങ്ങൾ അന്ന് കാട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. കാടൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് കാട്. ഇവിടെയാണ് പുലി വിടുന്നത്. നിങ്ങൾ ഒന്ന് എല്ലാവരും കൊന്നടുക്കി തരും. മനുഷ്യരെല്ലാം കൊന്നു തിന്നുകയാണ് ഈ സാധനങ്ങൾ. എവിടെന്നോ വന്നതാണ്, ഈ മലഞ്ചെരുവിൽ നിന്ന് എവിടെന്നോ വന്നതാണ്. ചേട്ടാ, ഇവിടെ അന്ന് ഞാൻ മരുന്ന് നേടാൻ വന്നപ്പോൾ എന്റെ കാലിൽ ഒരു കടുവക്കുട്ടി കടിച്ചു. അതറിഞ്ഞായിരുന്നോ? നിങ്ങളൊന്ന് ശരിയാക്കി കൊടുക്കണം ഈ ചേച്ചിക്ക്. വേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്തുതരാം. എത്ര വേണ്ടതെന്ന് നിങ്ങൾ പറയൂ. വേണ്ട സഹായങ്ങൾ ചോദിക്കുക. വലിയ രൂപ എത്ര വേണം? 100? എന്താന്ന് ഇങ്ങനെ ഒരു പിസ്കിന് 100 പറ്റില്ല. എന്താന്ന് 1000ഓളം പുലികളൊക്കെ ഉള്ള ഒരു 100 രൂപയോ? അത് പറ്റില്ല. നിങ്ങള് 2000 എങ്കിലും പിടിച്ചിരിക്കണം. അല്ല, ഇത് 2000 എങ്കിലും പിടിച്ചിരിക്കണം. ഇത് പിടിക്കും. ഇത് കൊല്ലണ്ട. പിടിച്ചിട്ട് നമ്മുടെ സൂമിൽ കൊണ്ടുവിട്ടാ മതി. ഇത് കൊല്ലണ്ട. കൊല്ലുന്നത് ഒരു ജീവനെ കൊല്ലാൻ പാടില്ല. അതിനും ജീവിക്കേണ്ട ഒരു ജീവിയാണ്. അതിനെ കൊല്ലരുത്. അതിനെ ഒരു ഇതിൽ കൊണ്ട് തോക്കിന്റെ ഉപയോഗം വേണ്ട. തോക്ക് കൊണ്ട് ഒരു ഉപയോഗം വേണ്ട. ഈ തോക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, വില്ലേജിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പെട്ടിയോ ഷോക്ക് പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും വേണോ? അത് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളൂ. അതൊന്നും വടി കൊണ്ടൊന്നും ആക്കിയൊന്നും പോടില്ല. ഞങ്ങൾ തോക്ക് കൊണ്ടുപോയാണ്. തോക്ക് ഞങ്ങൾ കൊണ്ടുപോയി. നിങ്ങൾ മൃഗത്തിന് കൊല്ലരുതെന്ന് അനുവാദം പിടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫോറസ്റ്റ് കാരണം നിർത്താൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ നിർത്താനുള്ള കാശുമില്ല വില്ലേജ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഈ തോക്ക് ഞങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. ഞാൻ തുടങ്ങുന്നു കേട്ടോ. ഓ ശരി ഏട്ടാ. ആഹാരം തെറ്റാടാ. ആഹാരം അല്ല, ഉച്ചക്ക് ആഹാരം കഴിക്കണ്ടേ? ഞാനും ചേച്ചിയുടെ നല്ല എന്തോ ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന ഒരു ബുക്കാണ്. ചേട്ടാ, എന്നെ മനസ്സിലായില്ലേ? ജാനമ്മ ചേച്ചിയെ മനസ്സിലായോ? ജാനമ്മ ചേച്ചിയുടെ അനിയത്തി ജാനകി, മനസ്സിലായോ? ഓ ശരി. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ പപ്പോട്ടിനൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. പപ്പോട്ടൻ കിടുവല്ലേ? നമ്മുടെ പുലിനെല്ലാം കൊല്ലുന്നല്ലേ. പിന്നെ അവിടുന്ന് വന്നല്ലേ മരഞ്ചേരുന്ന്. സ്നേഹ ബീച്ചില് വന്നതാണ്. പപ്പോട്ടൻ തന്നെ നമ്മ വിളിക്കുള്ളൂ. പപ്പോട്ടനാണ് നമ്മുടെ ഇവിടുത്തെ ഹീറോ. അതാണ്ടോ ബോർഡ് കണ്ടോ? പപ്പോട്ടൻ ഹീറോ കണ്ടോ? ഇതാണ്. പപ്പോട്ടനെ പറയാനില്ല. അത്രയും പൊന്നാണ് ആയേട്ടന്റെ നാക്ക്. പപ്പോട്ടൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞോ? പുലി എവിടെ? കൊണ്ടുപോയോ? ശരി. എന്നാ നീ ഇവിടെ ഒന്നുമില്ലല്ലോ. നീ പേടിക്കണല്ലോ. നീ മനുഷ്യർക്ക് നടക്കണേ, ധൈര്യത്തോടെ നടക്കണം. അതിന് ഞങ്ങൾ മുള്ളുവേലിയൊക്കെ കിട്ടിയത്. മുള്ളുവേലിന്നൊക്കെ ചാടിക്കടന്നിരിക്കണം. മുള്ളുവേലിയെല്ലാം ചാടിക്കടന്നിരിക്കണം. ഇനി ഞങ്ങൾക്ക് വേറെ വഴിയില്ല. പേടിച്ചിട്ടാണ് ഞങ്ങൾ മുള്ളുവേലിക്ക് നിങ്ങൾ ചാടിപ്പോണെങ്കിൽ കൂടുതൽ ചേച്ചിനെ സഹായിച്ചത്. ഓ മനസ്സിലായില്ല. ജാനമ്മ ചേച്ചി സഹായിച്ചത് നന്നായി.
നിങ്ങൾ നന്നായിരിക്കണം. ഞങ്ങളുടെ ഇതാണ് കൾച്ചറാണിത്. ഞാൻ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടു. ആ റോസി മോളെ ഇപ്പൊ വലിയ hero ഒക്കെ ആയില്ലേ? വാ റോസി മോളെ. ആ ഇവിടെ കൊണ്ടുവരുന്നു. ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവരണോ അതോ വീട്ടിലോ? ഞാൻ നടന്നു പോ. ഇല്ല വേണ്ട ഇല്ലടാ വേണ്ടടാ. ഇല്ല വേണ്ട നിങ്ങൾ പോകണ്ട. ഞാൻ കൂടാ. വേണ്ട ഇങ്ങനെ വെച്ചേട്ടോ. ഇതാണിങ്ങനെ നമ്മളുടെ ഹീറോ ആയിട്ട് ഞങ്ങളുടെ തലവേനൊക്കെ ആയിട്ട് ഇതാണിങ്ങനെ വണ്ടിയിൽ കയറാത്തി. നമ്മുടെ ബെൻസ് കാർ എടുക്കാന്ന്. എന്താ നമ്മുടെ ബെൻസ് കാർ എടുക്കാന്ന്? എന്താ BMW ബെൻസിന്റെ ഏതുവഴി എടുക്കാം? നിങ്ങൾക്ക് AC ഇരുന്ന് ഇരുന്നോളി. AC എങ്ങനെ ഇരുന്നാൽ മതി. നമ്മൾ എടുക്കാന്ന്. ഇത് എടുത്തിട്ട് വരാം. നമ്മുടെ റോസ് മേഡത്തിന്റെ എടുത്തിട്ട് വരാം. നമ്മുടെ ഡ്രൈവറാണ് റോസ് മേഡത്തിന്റെ ഡ്രൈവറാണ്. എടുത്തിട്ട് വരാം. റോസ് മേഡം എന്താ കാറൊന്ന് ചാക്കിയോ നമ്മൾ ബെൻസ് BMW വന്നു. ആ തരാലോ. കുഴപ്പമില്ല. കേറിന്നടാ. പപ്പോടാ കേറി. നമ്മുടെ ബെൻസ് കേറി. വല്ലതും തരണേ. ഓക്കെ പക്ഷെ നിങ്ങൾ അതിന് തന്നെ നാർക്കാം. ബസ് പോരും 10 വല്ലതും മിനിറ്റ്. തരണേ ചേട്ടാ. എന്താണ് ഞാനൊരു ഭിക്ഷക്കാരനെ, എനിക്ക് വല്ലതും തരണേ. പാവം കൊടുത്ത് വിടുന്നു. നമ്മൾ എന്തെങ്കിലും വിചാരിക്കണ്ട. പോട്ടെ അമ്മ പോയിട്ട് വരും. അപ്പൊ 10 മണിന് ഇപ്പൊ ബസ് വരും. കുട്ടൻസ് അല്ലെങ്കിൽ അതില്ലെങ്കിൽ ART വരും. ART ഇല്ലെങ്കിൽ KSRTC വരും. KSRTC ഇല്ലെങ്കിൽ കട്ടപ്പ അവിടെ ഇരുന്ന് ഇരിക്കേണ്ടി വരും. തുടങ്ങി ആ ശരി. പപ്പു ചേട്ടാ എന്നെ മനസ്സിലായോ? ആരാ? ഞാനന്ന് ഇവിടെ ഭിക്ഷക്കാരനായിട്ട് വന്നില്ലേ? ഇപ്പൊ എനിക്ക് പന്ത്രണ്ടൊക്കെ ഞാൻ ചോറും കറിയൊക്കെ വാങ്ങിയിട്ട് കഴിച്ചപ്പോ പിന്നെ 1000 തരണ്ടേ അതിന്റെ ഡ്രസ്സൊക്കെ വാങ്ങി എല്ലാം ചെയ്തിട്ട് വന്നതാ. ശരി മനസ്സിലാവുന്നില്ലല്ലേ ചേച്ചിയെ കാണുമ്പോ അല്ലേ? എന്നാ ബസ് വരുന്നു. ഇതാ കുട്ടൻസ് വരുന്നു. കയറി വിടി. കയറി. അടാ ശരി എന്നാ. ശരി എന്നാ ഇടയ്ക്ക് വിളിക്കണേ. ഇടയ്ക്ക് വിളിക്കും. ഞാൻ വീടത്തിൽ വിളിക്കാം. ഓ ശരി. ഹലോ ഹലോ എന്താടാ? ഞാൻ വിളിക്കാൻ പറഞ്ഞില്ലേ? ഓ പറഞ്ഞു. നിങ്ങ അടുത്ത പ്രാവശ്യം ഞങ്ങൾ കാണാനൊക്കെ വരുമല്ലോ ഇടയ്ക്ക്. ഓ വരണ. അപ്പൊ ഇനിയും ഞങ്ങൾ ബോർഡുകൾ കൂട്ടി. വല്ലതും തരണേ. ഓ മനുഷ്യനെ കലാടുത്താൻ വേണ്ടി വരും. വല്ലാതും തരണേ ഉണ്ട്. ഒരു കോൾ ചെയ്യാനെങ്കിലും ഒന്ന് പോയേ. ഓ ചേട്ടാ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കേട്ടോ എന്തെങ്കിലും കേട്ടു. ഒരു പിച്ചക്കാരി അയച്ചല്ലേ? പിച്ചക്കാരനെ മുടിക്ക് വിട്ടതല്ലേ? അതെ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. തെറ്റിദ്ധരിക്കില്ല. ഞാന് കോളിലായിരുന്നു. ഞാന് അത്യാവശ്യം കോളിൽ സാധനം വിളിച്ചുകൊണ്ടിരുന്നല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. ക്ഷമിക്കണം. നീ പോ. എനിക്കൊന്നും പറ്റും. നീ പോ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞാ? നമ്മുടെ ഞാൻ പപ്പോട്ടിനെ വിളിക്കാൻ പോണേ ചേച്ചി. വിളിക്കണം. ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. എനിക്ക് വരുന്നേ ഇല്ല അയാള്. നമ്മുടെ കാറിൽ പോയാലോ? അതിന് വെറുതെ കോൾ ചെയ്തിട്ട് വെറുതെ വരപ്പിക്കില്ല. ഓ ശരി ചേച്ചി. എന്നാ നമുക്ക് കാറി പോവാം. ഓ ശരി. വേഗം ഇറങ്ങി ചേച്ചി. ആ പപ്പുട്ടാ എത്ര ദിവസമായി കണ്ടിട്ട്. ഇതാണോ വീട്? അടിപൊളി വീട്. ആരുമില്ല. എനിക്ക് അമ്മയില്ല ചെങ്ങന്മാരില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടാണോ വലിയ വീട് കയറ്റിട്ടാണ്? ഉള്ളി പോയി നോക്കൂ. ആരുമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായി. വീട് കാണുമ്പോഴേ ഒരു MLA വീട് പോലെ ഉണ്ട്. എന്തായാലും ഞാൻ മെങ്ങി വീടുണ്ടോ അത്രയും ഇതുണ്ട്. എന്നാലും അകത്തൊന്ന് കേറി നോക്കാമോ? ഇല്ല വേണ്ട ചേച്ചി. ആദ്യമായിട്ട് വന്നല്ലേ? 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഓ സന്തോഷം അല്ലേ? സന്തോഷമായിട്ടുണ്ടാവും പപ്പു പറഞ്ഞ്. ബാഗൊക്കെ നോക്കിയിട്ട് വരേ. നമ്മ ബാഗൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്.
നേരത്തെ ഞാൻ അന്നിക്ക് വന്നപ്പോ ഇങ്ങനെയല്ലല്ലോ, ഒരു ചെറിയ ഓലപ്പര വീടായിരുന്നില്ലേ? പൊളിച്ചു. നമ്മുടെ പപ്പുവേട്ടനെ വലിയ ഹീറോ ഒക്കെ ആയപ്പോ പണമൊക്കെ കിട്ടി. ഫേസ്ബുക്കിൽ സാധനം പഠിച്ചോലെ ഞാൻ കണ്ടു. കമ്പ്യൂട്ടറില്, ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ ഞാൻ കണ്ടു. പെട്ടന്റെ ഫോട്ടോ ഇതെങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ നിൽക്കണൊക്കെ ഫോട്ടോ ഞാൻ കണ്ടു. സൂപ്പറായി നന്നാലും ഞങ്ങൾ ഇവിടെ താമസിച്ചാ പോകുള്ളൂ. ചേച്ചി നിങ്ങൾക്ക് അവിടെ നമുക്ക് നമ്മുടെ ജാനമ്മ ചേച്ചി റൂമോ? എ സി ഇല്ലേ? ആ നന്നായിണ്ടല്ലോ, കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്. ഞാൻ ജാനമ്മ ചേച്ചിനെ വിളിക്കണം. പപ്പുവിന്റെ വീട്ടില് ഞാൻ പോവണേ. അപ്പൊ നിങ്ങളെ അങ്ങ് വിളിച്ചിട്ട് പോവാന്ന്. ബോറടിക്കും. ശരി വാ വാ. ചേച്ചി ഇതാണ് പപ്പുവാട്ടിന്റെ വീട്. അമ്മേ അയ്യോ ചേച്ചി വെള്ളം എടുക്ക്. പപ്പൂടാ വെള്ളം എടുക്കുന്നത്. ആശുപത്രി പോണോ ചേച്ചി? വേണ്ട വേണ്ട. ഇല്ല അത് ശരിയാണ്, ആശുപത്രി പോണം. വേണ്ട മോനെ. ശരി ശരി, നമുക്ക് ഉള്ളിൽ പോയി കിടക്കാം. ചേച്ചി ഒന്ന് കിടക്കി വിശ്രമിക്കും. ചേച്ചി ഒന്ന് വിശ്രമിക്കും. നിങ്ങളുടെ റൂമിൽ ചേച്ചിന്റെ റൂം ശരി എ സി ഉണ്ട്, ഇതാ സ്വിച്ചുകളാണ്, ഇത് ഫാൻ ഉണ്ട്. ഇരിക്കണം. ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ പിടിച്ച് അമർത്തിയാൽ മതി. ഞങ്ങൾ വരും. ഒരു അലാറം പിടിക്കും. കിച്ച് 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 നാട് അപ്പൊ വരും. ഭക്ഷണം എടുത്തു കൊടുക്കണേ. ചേച്ചി ഇതാ ഭക്ഷണം എന്തായാലും ചേച്ചി. ആ അതിന് ഞാൻ വിളിച്ചതാ. ഓ എന്തായാലും ഞങ്ങൾ വന്നു. ഈ സമയത്താണ് ഞങ്ങൾ എത്തിയത്. എല്ലാവരും എനിക്ക് എന്തോ വെള്ളം പട്ടി ഓടിക്കുന്നു. എന്തോ നോക്കിട്ട് പട്ടി ഓടിക്കുന്നു നോക്കിട്ട് പട്ടികളുടെ ശല്യമാണല്ലോ ഇവിടെ. പട്ടി ഇവിടെ കൊറേ ഉണ്ടല്ലേ? കൊറേ ഉണ്ട്. അവിടെ കൊണ്ട് വിടാനല്ലേ? എന്ത് പറയും? മനുഷ്യന്മാരെ കണ്ടാ കൊല്ലുകയല്ലേ ഞാൻ. ഞാൻ പോവാ. അവർക്ക് ശബ്ദമില്ലാത്ത രീതിയിൽ ഒരു റൂം വേണം. ശബ്ദമില്ലാതെ ഒരു റൂം പറയുമ്പോ പ്രേതാത്മയിലെ ഒരു റൂമുണ്ട്. അതെ എന്താണ് പ്രേതാത്മയ ഒരു റൂം. വലിയ വീട്ടിൽ പണം തണുത്തിട്ട് ഞങ്ങളെ പറയണ്ടോ. ഞങ്ങൾക്ക് ഓടാൻ പയ്യ പൈസ ഇല്ല കയ്യിൽ. ഞാൻ എന്തായാലും ഇമ്പടി ഹലോ പപ്പോട്ടാ, ഫോണുണ്ട്. ഒരു പപ്പോട്ട വെളിയിൽ പോയിരിക്കണല്ലോ. ഓ പപ്പോട്ട വെളിയിൽ പോയിരിക്കണോ? ഒരു മിനിറ്റ് വന്നിട്ട് വിളിക്കാൻ പറയാട്ടോ. ശരി പപ്പോട്ട, അച്ഛൻ്റെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു പപ്പോട്ടാ. അതാണ് ഫബുലോസന. അങ്ങനെ ആരോ അങ്ങനെയാണ്. ഫബുലോസ് അച്ഛനാണെങ്കിൽ വിളിക്കില്ല നമ്മുടെ. എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചിട്ടുണ്ടാവില്ലേ? എന്താ വാതിലിന്റെ ശബ്ദം കേട്ടു? വാതിലിന്റെ അല്ല, ഞാൻ ഇവിടെ കോളിംഗ് ബെല്ല് അടിച്ചതാ. എന്താ വേണ്ടത് ചേച്ചി? ആൻപി ചേച്ചി എന്താ? എനിക്ക് ഇത്തിരി മോരും വെള്ളം വേണം. മോരും വെള്ളോ? മോരും വെള്ളം പോടുന്ന പോവാ. ഞാൻ ഉണ്ടാക്കുന്നത്. എന്റെ വീട്ടിലുണ്ട്. ശരി അടിക്കുന്നു. പാല് ഇവിടെ എവിടെ കിട്ടാ? പശു ഉണ്ടോ? എന്നാ പിന്നെ അത് എനിക്ക് ശീലമല്ല. വിദേശത്തുള്ള ഇത് വിദേശമൊക്കെയാണ്. പാല് ചായ വെക്കാൻ വേണ്ട. അടുത്ത വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ അവരുടെ ചോദിച്ചാൽ അവര് കിട്ടും. പടി ഉണ്ട് ഇവിടെ ഒന്ന്. പറയാറുണ്ടോ? ഒന്ന് ഞാൻ കറക്കാ. എനിക്ക് ചവിട്ടും എന്നാലും ശരി. പാല് വരുന്നില്ല മാടിന്. നാടൻ കഴിഞ്ഞിട്ടില്ല. നാടൻ കഴിഞ്ഞിട്ടില്ല.
ഫോൺ പോയിട്ട് വാ. ശരി 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 ചെയ്യൂ. മാട് ശരിയില്ലാട്ടോ. മാട് പാലില്ലാന്ന് തോന്നുന്നു. ഞാൻ പാല് കറക്കി തരാന്നേ. ഇല്ല വേണ്ട ചേച്ചി, ഞാൻ പൊക്കോളൂ. പിന്നെയും മാടുണ്ടല്ലോ, നീ മാടുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇനി ഉണ്ടെങ്കിൽ ബാഗിലുണ്ട്. ശരി വേണ്ട, നിങ്ങൾ ഈ മാടിന് കിടക്കും. ഈ മാടിന് ഇത് ആ മാടാണ്. ഓന്റെ ചവര അതാ മണ്ടൻ. ഞാൻ എന്തായാലും നിങ്ങൾ പറയേണ്ടത് പപ്പുവാട്ടാ. പറയാതെ നിങ്ങളെ മാടിന് നോക്കി നിന്നിട്ട് അവസാനം എനിക്ക് ചവിട്ടും കൊണ്ടിട്ട് ആ പെൺമാടിനെ വിളിക്കേ. നന്ദിനി, എന്താ നന്ദിനിയാ? അതാരാണ് ഇവിടെ? നന്ദിനി. മാടിന് വേറാണ്ടാ. ഓ, മാടിന് മാത്രം നന്ദിനി എന്ന് പേര്. ഞാൻ ഇവിടെ ദേവതമ്മയാണ് നന്ദിനി വിചാരിച്ചു. ദത്ത മഹാരാജാവിന്റെ റാണിയോ വിചാരിച്ചു. ഓ, ഇതാണല്ലേ മാട് നന്ദിനി കുട്ടി. ഓ, നല്ലതായിരിക്കണോ? വലിയ ചവിട്ടില്ലല്ലേ, ഇത് പറക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ തോമാച്ചിന്റെ ഇതല്ലേ മാടല്ലേ? എന്താ അതല്ല പപ്പുവാട്ടാ കാണിച്ചോ? ആ വാങ്ങിച്ചു. ഇത് പപ്പോട്ടത് മറ്റേ തോമാച്ചിന്റെ അല്ലേ ഈ മാട്? എനിക്ക് ശീലം കണ്ടേ, ഞാനിത് മനസ്സിലായില്ലേ? ആ റോസി മോളെ എനിക്ക് മനസ്സിലായോ? നിന്റെ അച്ഛന്റെ ഫ്രണ്ട്. ആ മനസ്സിലായി മനസ്സിലായി. ആ ഓ, പള്ളിയിലച്ഛനോ? എന്താ അത് വഴി? അല്ല, നമ്മുടെ പപ്പൂനെ ഒന്ന് കാണാൻ പോണത്. അത് റോസി മോളുടെ പപ്പൂനെ ഇവിടെ അവിടെയാണ്. ഇതാണ് അച്ഛന്റെ ഫ്രണ്ടാ. ഇത് പപ്പുവിന്റെ വീടല്ല. ഇത് പപ്പുന്റെ വീടല്ലെന്ന്. ഇത് പപ്പുന്റെ വീടല്ല. ഇത് നമ്മുടെ ഏതോ മറ്റേ മിലിറ്ററിക്കാരനെ ഇത് മറ്റേ മന്ത്രിയുടെ ഏതാണ് വീടാന്ന്. പുകീര് കിടന്നിട്ട് ന്യായം പറയാണ്ട് എത്താന്ന് പപ്പുവാടിന് വീട്. നിങ്ങക്ക് തെളിയിച്ചു തരണം. പപ്പുവാടാ, ഇതാണ് ഇതാ നിങ്ങളുടെ പപ്പുവാടെ ഇതല്ലേ? ആ, നമ്മുടെ വീട് മനസ്സിലായില്ലല്ലോ പപ്പുന്റെ. എടാ പപ്പുവേ, എന്താടാ അത്? രാജകൊട്ടായോ? വീടാ? ഓ, വീടൊക്കെ എന്താ കാർത്തി വീട്. നല്ല പേരാട്ടോ. ഇതിന് പറ്റിയ വീടാ, വീടിന് പറ്റിയ പേരത്. ആരാ ഇട്ടത്? ഉള്ളിൽ പോയിട്ട് നോക്കൂ. ഓ, ഇതാ നമ്മുടെ മറ്റേ പേരല്ലയോ? നമ്മുടെ ജാനമ്മ ചേച്ചി, നമ്മുടെ റോസ് ചേച്ചി, നമ്മുടെ മറ്റേ റോസ് മേഡത്തിന്റെ അമ്മ. ഇതെന്തത് ഇവരൊക്കെ കാണും നമ്മുടെ ഇവിടെ? എന്നെ മനസ്സിലായോ? അവർക്ക് വരുന്നോന്നു. ആ അവര് വരുന്നോളൂ. പിന്നെ റൂമൊക്കെ നോക്കൂ. ഓ, നിങ്ങളുടെ റൂം കണ്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഓ, നല്ല അടിപൊളി വീടാണോ? എന്താണത്? സൂപ്പർ ആയിരുന്നല്ല. എത്ര നേരം കൂടി ഉണ്ട് നാടകം? എത്ര നേരം കൂടി ഉണ്ട്? 2 മിനിറ്റ്. പപ്പുടാ, പപ്പു. ആ പപ്പു തന്നെ. നിനക്കെന്താ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒന്നും. ചാർജ് തീരാറായി, അതാണ്. ഇവ കളി കുടിച്ചിട്ട് വന്നിക്ക്. ഓ, അങ്ങനെ കള്ളു കുടിക്കാൻ മാത്രം പറ്റുള്ളൂ. ഓ, നിങ്ങൾ എന്താ അവിടെ ചെയ്യണേ? ഇവ കളി കുടിച്ചിട്ട് ഓളെ വീട്ടിൽ പോയി. ഏവോ നിങ്ങൾ പോവാണ്. നിന്റെ വീട്ടിൽ പോവാ. പപ്പുടാ, ചണ്ട പോവാ. എവിടെ ഓട്ടെ? ചൂടാണോ അയാള്? നമ്മുടെ ചൂടായിട്ട് കളി പപ്പുവാട്ടാ, ഇവിടുത്തെ കുടികാരന്മാരുടെ ശല്യമാണ്. അത് തന്നെ ഇവിടുത്തെ അത്ര പ്രാവശ്യം പറയും. ഓ, ഇവിടെ എന്താ നല്ല സുഖം തന്നെയല്ലേ? എന്നാ ഞങ്ങൾ പോണു. ഇവിടെ സുഖം തന്നെയാണ്. ഞങ്ങൾ എന്തായാലും വീടൊക്കെ കണ്ടു. എന്തായാലും ഇനി ഒരിക്കൽ കൂടി വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാലും മേഡത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിട്ട് വരാം. എന്നാ ഇടയ്ക്കൊക്കെ വർഷം കൂടോ? നിങ്ങൾ വരണോ? ഓ, വരുമല്ലോ. നിങ്ങൾ വരാനില്ലല്ലോ. പപ്പടല്ലേ? മോനെ നിങ്ങൾ പൊക്കോ. ഞാൻ വരുന്നോളാം. എന്താ ഞാൻ ചേച്ചി കാല് മാറിയത്? ഈ കാലിൽ നിന്നാണ് ഈ കാലിൽ നിന്നത്. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ വരുന്നില്ല മോളെ. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ അവനെ സഹായിച്ചോളാം. നിങ്ങൾ പൊക്കോ. എന്താ ചേച്ചി ഇങ്ങനെ? നിങ്ങൾ പൊക്കോളൂ. ഞാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ മക്കളുടെ അടുത്ത് ഞാൻ എന്താ പറയാ? ഞാൻ തല്ലുകൊള്ളാനോ? പിന്നെ പട്ടിന്റെ ശല്യം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എനിക്കില്ല. നിങ്ങൾ പോ.
എന്നാ വഴി ഇത് ഇവിടത്തോടെ ഇത് ഇവിടത്തോടെ നിർത്തുകയാണ്. എല്ലാ പാവങ്ങളെ സഹായിക്കുക, എല്ലാത്തിനെയും സഹായിക്കുക, പിന്നെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക. നമ്മുടെ മൃഗശല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു വിടുക. പപ്പോട്ടിൽ നിന്ന് അങ്ങനെ അയച്ചു വിടുക. അങ്ങനെയാണ് ഇതിവിടെ. പാവപ്പെട്ട മുത്തശ്ശിയെ സഹായിക്കാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന റോസി മേഡം ഇപ്പോൾ സഹതാപം തോന്നാൻ തുടങ്ങി. ഇവരോട് സഹതാപം. ഇപ്പോൾ പപ്പോട്ടിനെ വീട്ടിൽ പോകണമെന്ന് ജാനകി ചേച്ചി വന്ന് നമ്മുടെ എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാം ചെയ്ത് ഞങ്ങൾ 2 മാസം അവിടെ കഴിഞ്ഞു. സുഖമായി ഇരുന്നാണ് ഞങ്ങൾ ഇവിടെ. ഞങ്ങളുടെ സുഖമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുടികാരൻ്റെ ഇടയിൽ കൂടെ വന്നത് അതിൻ്റെ തെറ്റ്. ആ കുടികാരൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിനെ ജാനകി ചേച്ചിയെ തെറ്റിക്കാനായിരുന്നു. ജാനകി ചേച്ചി റോസി മേഡത്തിനും ജാനകി ചേച്ചിനെയും ഇഷ്ടമല്ലായിരുന്നു ആ കുടികാരൻ. ആ കുടികാരൻ എപ്പോഴും വന്നിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും ഈ ജാനകി ചേച്ചിയോട്. അതുകൊണ്ട് ഇത് അവനെ നമ്മൾ ബോധപരമായി അവനെ ഇതാക്കിക്കൊണ്ട് കുടികൾ നിർത്താൻ പറയുക. അവനോട് ലഹരി പരാർത്ഥങ്ങൾ എല്ലാവരും ഒഴിവാക്കുക. പള്ളിയിൽ അച്ഛനുമാണ് എല്ലാത്തിനും ശരി. പള്ളിയിൽ അച്ഛൻ അവസാനം എല്ലാത്തിനും നിന്ന് അവസാനം ഒന്നുകൊണ്ട് പോയി. ഇതാണ് വളരെ നന്ദി.